മലപ്പുറം വളാഞ്ചേരിയിൽ 18 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ എസ്ഐക്കും സിഐക്കുമെതിരെ കേസ്. വളാഞ്ചേരി സിഐ സുനിൽദാസ്, എസ്ഐ ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച കേസിലെ പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ചെറിയ തുകയൊന്നുമല്ല, എന്തായാലും കേസ് എന്താണ്? ഇതിൽ ഈ നടപടി വന്നതിന് ശേഷം എന്തൊക്കെ വിവരങ്ങളാണ്? ശ്രുതി, തിരൂർ ഡിവൈഎസ്പി പി ഷംസാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളാഞ്ചേരി സിഐക്കും എസ്ഐക്കുമെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വളാഞ്ചേരി വലിയ തോതിലൊരു സ്ഫോടക വസ്തുക്കളുടെ വേട്ട തന്നെ നടത്തിയിരുന്നു. അതിൽ വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ, അവിടുത്തെ തൊഴിലാളികളെ 4 പേരെയും ബോർഡുമകളെയും ഒക്കെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടും അതുപോലെ തന്നെ ഇതിന്റെ ഭൂവുടമകളെ അടക്കം, അതുപോലെ ഇതിന് ഇപ്പോൾ കൈക്കൂലി നൽകിയ വ്യക്തി അടക്കം റിമാൻഡ് ചെയ്യുന്നതിനും അത്തരം നടപടിക്രമങ്ങൾക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരെ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വളാഞ്ചേരി സിഐയും അതുപോലെ തന്നെ എസ്ഐയും 2 പേരും കൂടി ചേർന്ന് 18 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുള്ളതാണ്. എസ്ഐ ബിന്ദുലാൽ 10 ലക്ഷവും സിഐ ആയിട്ടുള്ള സുനിൽദാസ് 8 ലക്ഷവും, അങ്ങനെ 2 പേരും കൂടി 18 ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങിയിരിക്കും. മാത്രമല്ല ഈ 2 പേർക്കും വേണ്ടി ഇതിൽ ഇടനിലക്കാരായി നിന്ന ഈ പോലീസുകാരുടെ തന്നെ സഹായിയായിട്ടുള്ള ഒരു അസൈനാറുണ്ട്. ഈ അസൈനാർ 4 ലക്ഷം രൂപയും കൈക്കൂലി വാങ്ങി. അങ്ങനെ മൊത്തം 22 ലക്ഷം രൂപയാണ് ഈ സംഘം ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പരാതിക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയിരിക്കും. സ്വാഭാവികമായി ഇത് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ തിരൂർ ഡിവൈഎസ്പി പി ഷംസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി, കൈക്കൂലിയും ഗൂഢാലോചനയും അടക്കവും അതുപോലെ തന്നെ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ സിഐയും എസ്ഐയും ഒളിവിലാണെന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് കൃത്യമായ വിവരം ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇവർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്താനാണ് ഇപ്പോൾ പോലീസ് സംവിധാനം തന്നെ നീക്കം നടത്തുന്നത്. എന്തായാലും പോലീസ് സംവിധാനത്തിൽ തന്നെ വലിയ തോതിൽ ചീത്ത പേരുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. അഥവാ ഒരു സ്റ്റേഷനിലെ തന്നെ സ്റ്റേഷൻ ചുമതലയുള്ള SH ആയിട്ടുള്ള സിഐയും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഓഫീസറായിട്ടുള്ള സബ് ഇൻസ്പെക്ടറും 2 പേരും കൈക്കൂലി, അതും 18 ലക്ഷം രൂപയോളം 2 പേരും കൈക്കൂലി വാങ്ങുന്നു. ഇടനിലക്കാരെ നിർത്തി അയാൾക്കും 4 ലക്ഷം രൂപ കൈക്കൂലി നൽകുന്നതിന് 22 ലക്ഷം രൂപയുടെ കൈക്കൂലി ഇടപാടാണ് ഇപ്പോൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിന് അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങൾ പുറത്തറിയുന്നതിന് മുമ്പ് തന്നെ പോലീസ് പ്രാഥമിക നടപടി സ്വീകരിച്ചിരിക്കുന്നു. തിരൂർ ഡിവൈഎസ്പിയാണ് ഇപ്പോൾ പോലീസിൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രുതി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.